ബയോളജി എക്സാം എഴുതിയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു വലിയ പ്രശ്നമാണ് എത്ര തന്നെ പഠിച്ചിട്ട് ബയോളജിയിൽ വിചാരിച്ചതുപോലെ മാർക്ക് അങ്ങോട്ട് നേടാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ബയോളജി ഇത്ര കട്ടിയായിരുന്നില്ല, അല്ലെങ്കിൽ ബയോളജി നല്ല എളുപ്പമെന്ന് വിചാരിച്ചിട്ടാണ് +1 ബയോളജി സയൻസ് എടുത്തത് തന്നെ. പക്ഷെ ബയോളജി എങ്ങനെ പഠിച്ചിട്ട് ആ 10ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ പഠിച്ചിട്ടൊന്നും അതിൻ്റെ ഒരു 7 ഒക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇത് എവിടെയോ വായിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്തതുപോലെ തോന്നുന്നത് ചില കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. സോ എന്തുകൊണ്ടാണ് ബയോളജിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഇതുവരെ 10ാം ക്ലാസ്സിൽ പഠിച്ചു വന്ന ആ ഒരു പാറ്റേൺ അല്ല +1 നമ്മൾ പഠിക്കുന്നതും അതുപോലെ നമ്മൾ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഹൈലി ഡിഫറൻറ്റ്. സോ ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 +2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടു ദ പോയിന്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓരോ വേർഡുകൾ അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകൾ നടക്കുന്ന ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ ഒരു വലിയ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ഒരു വലിയ ടൈപ്പ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഹയർ സെക്കൻഡറിയിലില്ല. ഇവിടെ കൂടുതലും 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഹാഫ് മാർക്ക് ക്വസ്റ്റ്യൻ, മാക്സിമം പോയാൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള വേർഡുകൾ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ, ആ വേർഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെല്ലാം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ പഠിക്കുക. അതുപോലെ ഫിഗേഴ്സിന് ഏറ്റവും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം അടയാളപ്പെടുത്താനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് എക്സാമിന് ചോദിക്കും. ഒപ്പം ഫിഗർ ഐഡന്റിഫൈ ചെയ്യാനും എക്സാമ്പിൾസ് ഒക്കെ കൂടുതലും ഐഡന്റിഫിക്കേഷൻ ടൈപ്പിലേക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ വലിയ വലിയ പാരഗ്രാഫ്സ് അല്ല പഠിക്കേണ്ടത്, നിങ്ങൾ വേർഡുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓരോന്നും ചെയ്യുന്ന സ്പെസിഫിക് ഫങ്ഷൻസ് അങ്ങനെ തന്നെ എടുത്തെടുത്ത് പഠിക്കുക. ഓരോന്നിൻ്റെയും സ്പെസിഫിക് പോയിന്റ്സ് ഉണ്ടാകും, അത് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി പ്രിപ്പറേഷൻസ് ഒന്നും നിങ്ങൾക്ക് ആയിട്ടില്ല, ഈ അവസാന നിമിഷം ഇനി അങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല എന്നാണ് നിങ്ങളിപ്പോൾ പരിഭവിക്കുന്നതെങ്കിൽ ഒരു വഴിയുണ്ട്. നമ്മുടെ സായലത്തിന്റെ മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടാൽ മതിയാകും. ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആ സമയം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ 1 ഷോട്ട് റിവിഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കാണുക. അതിലെല്ലാം ഈ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ബയോളജി നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം.